വ്യത്യസ്തമായിട്ട് നമുക്കൊരു സൂപ്പർ ഹീറോ പടം കണ്ടാലും പടം ഒരു ജാപ്പനീസ് പടമാണ്. പടത്തിൻ്റെ പേര് ഇനുഷാഷ്കി. ഈ പടത്തിൻ്റെ ഓൺലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായകൻ ഒരു 40-50 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ. പുള്ളിക്ക് ഇപ്പോൾ ക്യാൻസറാണ്. പക്ഷെ പുള്ളി ഇത് വീട്ടുകാരുമായിട്ട് പറയുന്നില്ല. കാരണം വീട്ടുകാർക്ക് ആർക്കും പുള്ളി വലിയ താല്പര്യമില്ല. പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഒരു വിഷമം പുള്ളിക്കുണ്ട്. അങ്ങനെ ഈ പുള്ളി ഒരു ദിവസം പാർക്കിൽ പോയിരിക്കുകയാണ്. ഈ രാത്രി ക്യാൻസറിൻ്റെ വിവരമൊക്കെ അറിഞ്ഞിട്ട് പാർക്കിൽ ഒന്ന് സമാധാനമായിട്ട് പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടി. അങ്ങനെ പോകുന്ന നേരത്ത് തൊട്ടടുത്ത ബെഞ്ചിൽ ഒരു പയ്യൻ 17 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥി അവനും ഇരിപ്പുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ രാത്രി ആ പാർക്കിലോട്ടൊരു വെളിച്ചം വരുവാണ്. പെട്ടെന്ന് ഇവരെ ബോധം പോയി. പിറ്റേ ദിവസം ഇയാൾ എഴുന്നേറ്റ് ബോധമൊക്കെ ഒന്ന് വീട്ടിലെത്തിയ പുള്ളിക്ക് മനസ്സിലാവാണ് പുള്ളിക്ക് എന്തോ വ്യത്യാസമുണ്ട് ശരീരത്തിൽ. പുള്ളി പതിയെ മനസ്സിലാക്കിയാണ് താനൊരു മെഷീനായി മാറിയിരിക്കുന്നത്. എപ്പോൾ വിചാരിച്ചാലും തനിക്കൊരു മെഷീനാകാൻ പറ്റുന്നു. അങ്ങനെ ഒരു സൂപ്പർ പവർ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ആ പയ്യനും അതേ സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്. ഒരാൾ ഒരു നന്മ രീതിയിൽ, അതായത് ഈ പവേഴ്സ് വെച്ച് എങ്ങനെയൊക്കെ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാക്കാം, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാൻ നോക്കിയാൽ അവൻ ഇത് വെച്ച് എങ്ങനെ കാശ് ഉണ്ടാക്കാം, എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വില്ലൻ്റെ ക്യാരക്ടറാണ്. കാരണം ഈവിൽസ് ആർ നോട്ട് ബോൺ, ദേ ആർ മേഡ് എന്നൊരു കോൺസെപ്റ്റിലാണ് പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം കാണാം. പടം ഒരു ജാപ്പനീസ് പടമാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു പേര് ഇനുഷാഷ്കി ഇതാണെന്ന് തോന്നുന്നു. താഴെ കൊടുത്തിരിക്കാം. കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനും മൂവി സജഷൻസിനും മൂവി റിവ്യൂസിനുമായിട്ട് നമ്മുടെ ഈ കാലിക്കിഷ എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ.